നമസ്കാരം. വിദ്യാഭ്യാസം കൊണ്ടും സാംസ്കാരിക മൂല്യങ്ങൾ കൊണ്ടും ഏറെ മുന്നിലാണ് നമ്മൾ മലയാളികൾ. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചില ചർച്ചകൾ, അതുപോലെ തന്നെ ചില സംഭവ വികാസങ്ങളും നമ്മൾ കാണുമ്പോൾ നമുക്കതിന് എത്രമാത്രം യോഗ്യതയുണ്ട് എന്ന് നമുക്ക് തന്നെ സംശയം തോന്നിപ്പോവുകയാണ്. നമുക്കറിയാം, പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം ഒരു സ്ത്രീ പീഡന കേസിൽ അറസ്റ്റിലായി ജയിലിലാണുള്ളത്. അദ്ദേഹത്തെ 14 ദിവസം റിമാൻഡ് ചെയ്തു എന്നാണ് വാർത്തകളിലൂടെ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. മൂന്നാമത് പരാതിയിലാണ് അദ്ദേഹം ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, അദ്ദേഹത്തിനെതിരെ നിരവധി ഡിജിറ്റൽ തെളിവുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹത്തിനെതിരെ പുറത്തു വന്നിട്ടുള്ള തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരിക്കലും ഒരു പൊതുപ്രവർത്തകനായി തുടരാനുള്ള യാതൊരു അവകാശവും ഇല്ല. അതുപോലെ തന്നെ അദ്ദേഹം ഒരു MLA ആണ്, ജനപ്രതിനിധിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ആ സ്ഥാനം രാജിവെക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് പറയാനുള്ളത്. വിഷയം അതല്ല, അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് അദ്ദേഹത്തിന്റെ നേതാക്കന്മാർ പറയുമ്പോഴും അദ്ദേഹത്തിന് ഒരു രണ്ടാം നിര നേതാക്കന്മാരുടെ സപ്പോർട്ടുണ്ട് എന്നുള്ളത് വളരെയധികം വേദനാജനകമാണ്. അതിന് പുറമെ അദ്ദേഹം ഇടുന്ന പോസ്റ്റുകൾക്കൊക്കെ ഇപ്പോഴും ആയിരക്കണക്കിന് ലൈക്കുകളും കമൻറ്റുകളും അദ്ദേഹത്തിന് അനുകൂലമായ രീതിയിലുള്ള കമൻറ്റുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ചില സ്വയം പ്രഖ്യാപിത രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ അദ്ദേഹത്തിന് വേണ്ടി വായ്തോരാതെ സംസാരിക്കുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ തെറ്റ് ചെയ്ത ആളുകളെ പാർട്ടിയിൽ നിന്നും സംഘടനയിൽ നിന്നും പുറത്താക്കിയെന്ന് മീഡിയകൾക്ക് മുമ്പിൽ വിളിച്ചു പറയുകയും പുറകുവശത്തു കൂടെ ഇവർക്ക് വേണ്ട എല്ലാ സഹായവും സപ്പോർട്ടും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നിസ്സംശയം നമുക്ക് പറയാം. നമ്മൾ ചെയ്യേണ്ടത്, എത്ര വലിയ നേതാവായാലും ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ അവരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തണം. എങ്കിൽ മാത്രമേ വരും തലമുറയ്ക്ക് വളരെ സന്തോഷത്തോടു കൂടെയും സമാധാനത്തോടു കൂടെയും ഈ നാട്ടിൽ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.